എല്ലാവരും സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞത് വളരെ സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് ദിവസം വളരെ കുസൃതി നിറഞ്ഞതായിരുന്നു കേട്ടോ. ശനിയാഴ്ചത്തെ വിശേഷങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലും സബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പരമാവധി ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഇതാ വ്ളോഗിലേക്ക് കിടക്കാൻ്റെ കൂട്ടുകാരെ, ദാ ലെറ്റ്സ് ഗോ. രാവിലെ തൊട്ട് ദാ ഇതുപോലത്തെ തോരാത്ത മഴ. കൂട്ടുകാരെ, മഴയെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര മഴയായിരുന്നു കേട്ടാ. അപ്പോൾ ദാ മഴക്കോട്ടൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് മോൻ മദ്രസയിലേക്ക് പോയിട്ടോ. അപ്പോൾ ദോശയും തക്കാളി ചമ്മന്തിയും ഞാൻ ഉണ്ടാക്കി സെറ്റാക്കി വെച്ച ശേഷമാണ് മോന് മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്നത് കേട്ടോ. സുബഹി നിസ്കാരത്തിന് ശേഷം വേഗം തന്നെ തക്കാളി ചമ്മന്തിയും അതേപോലെ തന്നെ ഗോതമ്പ് ദോശയാണ്. നല്ല ചൂടുള്ള ദോശ, ഗോതമ്പ് ദോശയും അതേപോലെ തന്നെ കൂടെ നാടൻ തക്കാളി ചമ്മന്തിയും. മക്കളെ, ഈ മഴയത്ത് നല്ല ചൂടുള്ള ദോശയും ചമ്മന്തിയും കൂട്ടി ഒരു പിടി പിടിക്കുന്നത് ഒരു പ്രത്യേക സുഖം തന്നെയല്ലേ. അടിപൊളി ടേസ്റ്റാട്ടാ. അപ്പം ഞങ്ങളുടെ രാവിലത്തെ പൊളി ഐറ്റമാണിത് കേട്ടോ. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും പ്രിയപ്പെട്ടതുമാണ് ഈ ഗോതമ്പ് ദോശ. അത് ഈ പെരുമഴയത്ത് ചൂടുള്ള ദോശയും തക്കാളി ചമ്മന്തിയും അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് തിന്നുമ്പോഴുള്ള ടേസ്റ്റ് വേറെ തന്നെയാട്ടാ. പാത്തൂസ് ആസ്വദിച്ച് കഴിക്കാൻ കേട്ടാ. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. അതിന് ശേഷം തുണികളൊക്കെ തിരുമ്മിയിട്ടായിരുന്നു. അപ്പോൾ അതൊന്നും തോരടാനാട്ടോ പോകുന്നത്. അപ്പോൾ നല്ല മഴയാട്ടാ. അപ്പോൾ തോരടുന്നതൊന്നും ഞാൻ വീഡിയോസ് എടുത്തില്ല. തോരട്ട ശേഷം ജസ്റ്റ് ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇത്രയോ തുണിയുള്ളൂ. അപ്പോൾ അതാത് ദിവസത്തെ അന്നാന്ന് തിരുമ്പുന്നതാണ് എൻ്റെ ഒരു ശീലട്ടോ. അങ്ങനെ കൂട്ടിയിടുന്നത് ഒരു ശീലമല്ല. അപ്പോൾ നമുക്ക് ഒരു വെറുപ്പ് തോന്നും കേട്ടോ. ഇങ്ങനെ കൂട്ടിയിട്ട് ഓരോ മുക്കിലും മൂലയിലും എങ്ങനെ ഇടുന്നത് വളരെ പൊട്ടയായ ശീലമാണ്. അപ്പോൾ അതൊന്നും എനിക്കില്ല. ദിവസം എന്താണ് അപ്പോൾ അതൊക്കെ മിഷ്യത്തിലിട്ട് ഒന്ന് കറക്കി അങ്ങനെ തോരയിടുന്നതാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ മീൻകറി സെറ്റാക്കി ഇരിക്കാനായിട്ട് മീൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻകറിയിട്ട് സെറ്റാക്കി നല്ല അടിപൊളി അതീവ രുചികരമായ മീനായിട്ട് കിട്ടിയത്. അപ്പോൾ കൊഴുവയാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് കൊഴുവ ഫ്രൈ ചെയ്യുന്നതും അതേപോലെ തന്നെ കറി സെറ്റാക്കി എടുക്കുന്നതും അതീവ രുചികരമായ രീതിയിലാണ് ഞാൻ സെറ്റാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞാനിത് മുന്നേ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയാത്തത് കേട്ടോ. ഉച്ചക്കത്തെ ലഞ്ചിനുള്ള അടിപൊളി വളരെ രുചികരവും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ കൊഴുവക്കറി സെറ്റായിട്ടുണ്ട്. മീൻ ഫ്രൈ ചെയ്യാനിട്ട് കൊടുത്തിട്ടുണ്ട്. അതും അതീവ രുചികരമായ കൊഴുവ ഫ്രൈ. അതേപോലെ തന്നെ കൊഴുവ ഒന്നൊന്നര ലഞ്ചായിരുന്നു കേട്ടോ. അതിന് ശേഷം വീതനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പാത്തൂസ് കുളിച്ച് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ച ശേഷം കുറച്ച് ഹോംവർക്കും കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട് കേട്ടോ. അപ്പോൾ പാത്തൂസ് എത്തിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ കേട്ടോ. സാധാരണ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവളിരുന്ന് ഫുഡ് കഴിക്കാറാട്ടോ പതിവ്. പക്ഷെ ഇന്ന് രാവിലെ തൊട്ട് പാത്തൂസ് വീഡിയോ എടുക്കാനായിട്ട് സമ്മതിച്ചില്ല കേട്ടോ. എന്താണെന്നറിയാം, അവൾക്ക് തന്നെ ക്യാമറ സെറ്റാക്കി വെച്ച് സ്വന്തമായി വീഡിയോ എടുക്കണം എന്നാട്ടോ ആഗ്രഹം. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം നോക്കണേ. അപ്പോൾ പാത്തൂസ് ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിലല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും പെട്ടെന്ന് ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിലാണ്. 3-4 മണിക്കൂർ എടുക്കട്ടോ ഫുഡ് മുന്നിൽ വെച്ച് കഴിക്കാനായിട്ട്. ഫോൺ സെറ്റാക്കി വെച്ച് അതിൻ്റെ മുന്നിലിരിക്കുന്നത് കൊണ്ടാട്ടാ ഇങ്ങനെ സ്പീഡിൽ കഴിക്കുന്നത്. അങ്ങനെ ചക്കക്കൂരും അതേപോലെ തന്നെ ചക്ക ഞാൻ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 മണിക്ക് പിള്ളേർക്ക് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റാക്കി എടുക്കണം. അതിനിടയിൽ കൊറിയർ വന്നു കേട്ടോ. ചുരിദാറായിരുന്നേ. വളരെ സർപ്രൈസ് നിറഞ്ഞൊരു കൊറിയറായിട്ടാണ് ഇന്ന് വന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്തത്. പിള്ളേർക്കാണ് വരുന്നത് എന്നാട്ടോ. ഞാൻ വിചാരിച്ചത് രാവിലെ തന്നെ ഫോൺ കോൾ ഉണ്ടായിരുന്നു മീശോ നിന്നിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിള്ളേർക്ക് എന്തെങ്കിലും ടോയ്സും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്തിപ്പിച്ചിട്ടുണ്ടാവും. പിള്ളേഴ്സ് ഫോണെടുത്ത് വാപ്പിച്ചിനെ വിളിച്ച് അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടാവും എന്നാട്ടോ എൻ്റെ ധാരണ. പക്ഷേ കൊറിയർ വന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് ചുരിദാറാണ് അങ്ങോട്ട് മനസ്സിലായത് കേട്ടോ. അപ്പോൾ മെസ്സേജിലൊന്നും ചുരിദാർ എന്നും ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വന്നപ്പോൾ വളരെയധികം സർപ്രൈസ് തന്നെയായിരുന്നു. ഈ ചുരിദാർ ഞെട്ടിപ്പോയിട്ടോ. അപ്പോൾ ഇതൊരു അടിപൊളി വെള്ള ചുരിദാർ സെറ്റാണ്. ഇതിൻ്റെ കഴുത്തിലും അതേപോലെ തന്നെ കയ്യിലും നല്ല മിറർ കണ്ണാടി വർക്കുണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഫാൻറ്റിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതേ ഡിസൈൻ തന്നെയാണ് ബോൾഡർ വരുന്നത് കേട്ടോ.
അപ്പോൾ അടിപൊളി സെറ്റാണ്. തുണിയിൽ നേരത്തെ തിളക്കമുള്ള ലൈനുകൾ ഉള്ളത് കൊണ്ട് സിമ്പിൾ ലുക്കും ഒപ്പം നല്ലൊരു ഭംഗിയും തരും കേട്ടോ. പകൽ സമയത്തൊക്കെ ഫങ്ഷനൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി സെറ്റാണ്. ഈ സെറ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും രേഖപ്പെടുത്തണം. കൂടാതെ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ തന്നെയല്ല, ലൈക്ക് പ്രാധാന്യമുള്ളതാട്ടോ. നിങ്ങളുടെ ലൈക്കാണ് എൻ്റെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടുള്ളൂ. എല്ലാവരും ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക, ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ ഒട്ടും പ്രതീക്ഷിക്കാത്ത വളരെയധികം സന്തോഷം തോന്നിയിട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ചുരിദാർ കിട്ടി. അതിനിടയിൽ പാത്തൂസ് മദ്രസയ്ക്കുള്ള ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ ഞാൻ ചായ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചക്ക കൊണ്ട് അടിപൊളി സ്നാക്സും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി നല്ല ചൂടുള്ള ചായയും ചൂടുള്ള അട, അടിപൊളി നല്ല ചൂട്. ഈ മഴയത്ത് ഈ ചൂടുള്ള അട ചായ ഒരു ഗ്ലാസ് കിട്ടിയ എന്ത് രസമായിരിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ചക്ക കൊണ്ട് അടിപൊളി ഇതാ സ്നാക്സ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ചായ കുടിച്ചിട്ടില്ലെങ്കിൽ വരൂ, ചായ കുടിക്കാവേ. ഇതാ പാത്തൂസ് ഇതാ ചായ കുടിച്ചതാ ഇറങ്ങിയിട്ടുണ്ട് മദ്രസയിലേക്ക് കേട്ടോ. നോട്ടിഫിക്കേഷനൊക്കെ കണ്ടാൽ തീർച്ചയായും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചെങ്കിലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതാ പാത്തൂസ് ഇതാ മദ്രസയിലേക്ക് എത്താനായിട്ടുണ്ട്. അങ്ങനെ ഇതാ മദ്രസയിലെത്തി. നിങ്ങൾക്കൊരു ഹായ് തന്നിട്ടാട്ടോ മദ്രസയിലേക്ക് പോകുന്നത്. അങ്ങനെ തിരിച്ചിതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ദാ വേറൊരു സർപ്രൈസ്. ഞങ്ങൾ മദ്രസയിൽ നിന്ന് പാത്തൂസിനെ വിളിക്കാൻ ഞാൻ പോയിട്ടോ. ആ സമയത്താണ് ഈ സർപ്രൈസ് എത്തിയത്. പക്ഷേ ഞങ്ങളവിടെ ഉണ്ടായിരുന്നില്ല, വീട്ടിലുണ്ടായിരുന്നില്ല. പക്ഷേ വരുമ്പോൾ വെറും കൈയോടല്ല കേട്ടോ വന്നത് കേട്ടോ. ദാ പാത്തു കുട്ടിക്ക് ദാ സ്വീറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സ്വീറ്റാണിത്. പാത്തൂസിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു പിടി നിങ്ങൾക്കും ദാ വന്നെടുത്തോളൂ കേട്ടോ. അങ്ങനെ നമുക്ക് ക്രയോൺസിൻ്റെ പെട്ടിയൊന്ന് മെല്ലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വോയിസ് ഓവർ ഇഷ്ടപ്പെടുന്നുണ്ടോ? അങ്ങനെ ഇതാ പെട്ടി ഇതാ തുറന്നിട്ടുണ്ട്. ഇതാ പലതരം ക്രയോൺസും കാര്യങ്ങളും ഇതാ വളരെയധികം സന്തോഷം തോന്നി. ബിഗ് താങ്ക് യു കേട്ടോ. അപ്പോൾ സർപ്രൈസ് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ വിശേഷങ്ങൾ, ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരെ ബൈ.